ത്യാഗത്തോടെ നമുക്ക് മുട്ടിന്മേലായിരിക്കാം. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. കണ്ണുകൾ ശാന്തമായിട്ട് അടയ്ക്കാം. സർവശക്തനും പരിശുദ്ധനുമായ ദൈവം, കരുണാനിധിയായ ദൈവം നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരികയാണ്. ഈ വലിയ സ്നേഹത്തിന് നമുക്ക് നന്ദി പറയാം. കർത്താവിനെ മഹത്വപ്പെടുത്താനുള്ള വലിയൊരു ആഹ്വാനമാണ് വചനത്തിലൂടെ നമുക്ക് ലഭിക്കുക. സങ്കീർത്തനം 34 നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുക. നമുക്ക് ഈശോയെ മഹത്വപ്പെടുത്താം. ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും സർവസൃഷ്ടി പ്രപഞ്ചത്തെയും പരിപാലിക്കുന്ന ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. പ്രാർത്ഥനാ ഗാനത്തോടെ ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധമായ ഈ ആരാധനയുടെ നിമിഷങ്ങൾ വലിയൊരു അനുഗ്രഹമായി തീരാൻ വേണ്ടി കർത്താവിൻ്റെ കരുണ നമ്മിലേക്ക് വലിയൊരളവായി മഴ പോലെ ഒഴുകിയിറങ്ങാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യഹോവയീരേ, ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ, സൗഖ്യദായകൻ, നിന്നടിപ്പിണരാൽ സൗഖ്യം. യഹോവ ഷമ്മ, കൂടെയിരിക്കും, നൽകുമവൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. ചേർന്ന് പാടി പ്രാർത്ഥിച്ചേ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് പാടുകയും. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. ഉയർന്ന സ്വരത്തിൽ ഹൃദയത്തിൽ നിന്ന് പാടി പ്രാർത്ഥിച്ചേ. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. സ്വരമുയർത്തി ശക്തിയോടെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശ്വരാധന, ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. സ്വരമുയർത്തി ശക്തിയോടെ ഹൃദയം തുറന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 യേശുവേ ആരാധന, 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 ഹല്ലേലൂയ. യേശു ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന, ആരാധന. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
കണ്ണുകൾ തുറന്ന് ഈശോയെ കാണുക. സർവശക്തനും പരിശുദ്ധനുമായ ദൈവത്തെ ഒരിക്കൽ കൂടി കാണാൻ നമ്മുടെ കണ്ണുകൾക്ക് ഭാഗ്യം ലഭിച്ചിരിക്കാം. എൻ്റെ ദൈവം, സർവശക്തനായ എൻ്റെ ദൈവം, അവിടുത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതമാണ് ഈശോ എന്നിൽ നിന്ന് ആഗ്രഹിക്കുക. നമ്മൾ ഓരോരുത്തരിൽ നിന്ന് ഈശോ ആഗ്രഹിക്കുക നമ്മൾ അവിടുത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. സങ്കീർത്തനം 19:1 നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. പ്രപഞ്ചം മുഴുവൻ, ആകാശവിധാനങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. സ്വർഗവും ഭൂമിയും എല്ലാം കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. വെളിപാട് 4:11 നമ്മൾ ധ്യാനിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. അവിടുന്ന് സ്തുതിക്കും ബഹുമാനത്തിനും ആരാധനയ്ക്കും ഏറ്റവും യോഗ്യനാണ്. എല്ലാ ആരാധനകൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ സർവശക്തനായ എൻ്റെ ദൈവമാണ്, പരിശുദ്ധനായ ദൈവം. സങ്കീർത്തനം 99:9 നമ്മൾ വായിക്കും. അവിടുന്ന് പരിശുദ്ധനാണ്, ആരാധനയ്ക്ക് യോഗ്യനാണ്, അവൻ മഹത്വത്തിന് അർഹനാണ്, മഹത്വപ്പെടേണ്ട ദൈവമാണ്. ആ ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തേണ്ടത് മത്തായി സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കും. നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് പിതാവിനെ മനുഷ്യർ മഹത്വപ്പെടുത്തട്ടെ. നമ്മുടെ സൽപ്രവർത്തികളാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഈശോയെക്കുറിച്ച് മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 7-ാമത്തെ അധ്യായത്തിൽ അവനെല്ലാം നന്നായി ചെയ്തു, അവനെല്ലാം നന്നായി ചെയ്തു. അങ്ങനെ നന്നായിട്ട് ചെയ്താൽ ഫലം ചൂടും എന്ന് ഈശോ നമുക്കൊരു ബോധ്യം നൽകാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം, നിങ്ങൾ എന്നിൽ വസിക്കുക, എന്നിൽ വസിച്ചാൽ നിങ്ങൾ ഫലം ചൂടും, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യരായിത്തീരും, പിതാവ് മഹത്വപ്പെടും. ആ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെ മഹത്വപ്പെടുത്താനുള്ള ഒരു വലിയ വഴിയാണ് അവിടുത്തെ സ്തുതിച്ച് ആരാധിക്കുക. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ടും കർത്താവിന് വിട്ടുകൊടുത്തുകൊണ്ട്, എല്ലാ പരാതികളും നമ്മൾ ഇറക്കി വെച്ചത് കർത്താവിൻ്റെ മുമ്പിലാണ്, കണ്ണുനീരിറക്കി വെച്ചത് ഈശോയുടെ മുമ്പിലാണ്. നമുക്ക് ഈ സമയം ആ പരാതികളെയല്ല, കണ്ണുനീരിനെയല്ല, നാളിതുവരെ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറഞ്ഞ് ഒരു നിമിഷം അവിടുത്തെ പാടി മഹത്വപ്പെടുത്തി നമുക്ക് ആരാധിക്കേണ്ടതുണ്ട്. നമ്മുടെ കുടുംബത്തോട് ചേർന്ന്, നമ്മുടെ പ്രിയപ്പെട്ടവരോട് ചേർന്ന്, ഈ ശുശ്രൂഷയിലായിരിക്കുന്ന നമ്മളെല്ലാവരും ഒരു മനസ്സോടുകൂടി തിരുസഭയോടും സ്വർഗീയ സഭയോടും ചേർന്ന് ദൈവത്തെ ആരാധിക്കുകയാണ്. എല്ലാം മറന്ന് കർത്താവിനെ ആരാധിക്കുക. 2 കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുക. കണ്ണുകൾ തുറന്ന് ഈശോയെ കാണുക. എൻ്റെ ദൈവം, സംരക്ഷകനായ ദൈവം, സർവശക്തനായ ദൈവം. സങ്കീർത്തനം 34:3, നിങ്ങൾ എന്നോടൊത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുക, നിങ്ങൾ എന്നോടൊത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുക. നമുക്ക് ഒരുമിച്ച് ഒരു കൂട്ടായ്മയായി, കുടുംബമായി നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്വരമുയരട്ടെ, ഹൃദയം തുറന്ന് ശക്തമായിട്ട് സ്തുതിച്ചേ. ഹല്ലേലൂയ, ശക്തിയോടെ സ്തുതിച്ചേ, ഹൃദയം തുറന്ന് സ്തുതിച്ചേ. എല്ലാം മറന്ന്, പരാതികളും സങ്കടങ്ങളും എല്ലാം മറന്ന് ആനന്ദത്തോടെ സന്തോഷത്തോടെ ഈശോയെ മഹത്വപ്പെടുത്തുകയെ. ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. കരങ്ങളടിച്ച് ശക്തിയോടെ കരങ്ങളടിച്ച് മാലാഖമാരോട് ചേർന്ന്, സ്വർഗത്തോട് ചേർന്ന്, ഈ ആത്മീയ കൂട്ടായ്മയോട് ചേർന്ന് നമുക്ക് ഈശോയെ ആരാധിക്കാം. അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും എൻ്റെ യേശുവിന്. ഈ ദൈവത്തെ പോലെ മറ്റാരുമില്ല. സ്തുതിക്ക് യോഗ്യനായ സർവശക്തനായ ദൈവം മറ്റാരുമില്ല. പുറപ്പാട് 20 നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തെ ഓർക്കുകയാണ്, നിന്റെ സാന്നിധ്യത്തെ അറിയുകയാണ്. ഞങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നതിന്, അനുഗ്രഹിക്കുന്നതിന്, കരുണ ചൊരിയുന്നതിന് ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. ശക്തിയോടെ കരങ്ങളടിച്ച്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ, അവനിങ്കലേക്കു ചാഞ്ഞു കേട്ടല്ലോ.
ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തല്ലോ, അവനെങ്കിലേക്കു ചാഞ്ഞു കേട്ടല്ലോ. നാശകരമാം കുഴിയിൽ നിന്നും കുഴഞ്ഞ ചെത്തിൽ നിന്നും കയറ്റി, നാശകരമാം കുഴിയിൽ നിന്നും കുഴഞ്ഞ ചെത്തിൽ നിന്നും കയറ്റി. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ തുതിച്ചിടുക നാം അവന്റെ നാമം. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയാ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശ്വരാധന. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും എന്റെ കർത്താവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും എന്റെ കരുണ നിറഞ്ഞ കർത്താവിന്, എന്റെ ഈശോയ്ക്ക്. എന്റെ ഈശോ നല്ലവൻ, എന്റെ ഈശോ നല്ലവൻ. ഞാൻ അവനിലേക്ക് ചാഞ്ഞു കേട്ടു, അവൻ എന്നിലേക്ക് ചാഞ്ഞു. ഞാൻ കർത്താവിനോട് ചേർന്ന് നിന്നു, അവൻ എന്നിലേക്ക് ചേർന്ന് നിന്നു. നാശകരമായ കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അവൻ എന്നെ പിടിച്ചുയർത്തും. പാറമേൽ എന്നെ നിർത്തും, എന്റെ കാൽപാദങ്ങളെ സുരക്ഷിതമാക്കും. പുതിയൊരു ഗാനം അവൻ എന്റെ നാവിൽ നിക്ഷേപിക്കും. എന്റെ കർത്താവിന് എന്നെ കുറിച്ച് കരുതലുണ്ട്. ദരിദ്രനായ, പാവപ്പെട്ടവനായ, രോഗിയായ എന്നെ കുറിച്ച് എന്റെ കർത്താവിന് കരുതലുണ്ട്. സ്വരമുയർത്തി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയാ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. യേശു ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശു ആരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക, കണ്ണുകൾ ശാന്തമായിട്ട് അടയ്ക്കാം. കരുണയുടെ നൊവേന 4ാമത്തെ ആരാധനയുടെ ദിവസത്തേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പ്രത്യേക നിയോഗം അവിശ്വാസികളും ഈശോയെ അറിയാത്തവരും ദൈവത്തിൻ്റെ കരുണയിൽ നിറയപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പ്രത്യേകമായിട്ട് ഈ ആരാധനയിൽ പ്രാർത്ഥിക്കാം. അവിശ്വാസികളായവർ, ഈശോയെ വേണ്ട എന്ന് പറഞ്ഞവർ, കർത്താവിൽ നിന്ന് അകന്നുപോയവർ എല്ലാം ഈശോയെ തിരിച്ചറിയാൻ, ഈ ഏകരക്ഷകനെ തിരിച്ചറിഞ്ഞ് അവിടുത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ടുള്ള നിയോഗം നമ്മൾ സമർപ്പിക്കുകയാണ്. ഈ 4ാം ദിവസം അവിശ്വാസികളെയും ഇതുവരെ എന്നെ അറിയാത്തവരെയും ഇന്ന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. എൻ്റെ കൈപ്പേറിയ പീഡാസഹന സമയത്ത് അവരെൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നു. ഭാവിയിൽ അവർക്കുണ്ടാകാനിരിക്കുന്ന തീക്ഷ്ണത എൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അവരെ എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക എന്ന് ഫൗസ്റ്റീനാമ്മയുടെ ഡയറിയിൽ 1216 ഈശോ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ആഹ്വാനമനുസരിച്ചാണ് നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് എല്ലാ അവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥന ദൈവത്തിരസനിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ ഈശോയെ, അങ്ങാണ് ലോകത്തിന്റെ വെളിച്ചം.
ദയാനിർഭരമായ അങ്ങയുടെ ഹൃദയത്തിൽ അവിശ്വാസികളുടെയും അങ്ങേ അറിയാത്തവരുടെയും ആത്മാക്കളെ സ്വീകരിക്കണമേ. അങ്ങയുടെ കൃപാകിരണങ്ങൾ അവരെ പ്രകാശിപ്പിക്കട്ടെ. അങ്ങനെ മഹനീയമായ അങ്ങയുടെ കരുണയെ അവർ വാഴ്ത്തട്ടെ. കരുണാസമ്പന്നനായ അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് അകന്നു പോകുവാൻ അവരെ അനുവദിക്കരുതേ. നിത്യനായ പിതാവേ, അങ്ങയിൽ വിശ്വസിക്കാത്തവരും അങ്ങേ അറിയാത്തവരും അവരെല്ലാവരും ഈശോയുടെ ദയ നിറഞ്ഞ ഹൃദയത്തിൽ സ്ഥാനം ലഭിച്ചിരിക്കുന്ന അവരുടെ മേൽ അങ്ങയുടെ കരുണ ചൊരിയണമേ. സുവിശേഷ വെളിച്ചത്തിലേക്ക് അവരെ നയിക്കണമേ. അങ്ങയെ സ്നേഹിക്കുക ഏറ്റവും ആനന്ദമാണെന്ന് അവർ തിരിച്ചറിയട്ടെ. അങ്ങയുടെ കരുണയുടെ സമൃദ്ധിയെ പുകഴ്ത്തുവാൻ അവർക്ക് വരമേകണമേ. ആമേൻ. ത്യാഗത്തോടെ നമുക്ക് മുട്ടിന്മേലായിരിക്കാം. കരുണയുടെ ലുത്തിനിയ ചൊല്ലി നമ്മൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കരുണയെ വാഴ്ത്തിപ്പാടുന്ന ആരാധനയുടെ സമയം, ലുത്തിനിയുടെ സമയം. നമുക്ക് മറുപടിയായിട്ട് ഏറ്റുചൊല്ലാം. ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഏറ്റുചൊല്ലാം. ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പിതാവിന്റെ മടിയിൽ നിന്നും പുറപ്പെടുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മനസ്സിലാക്കാനാവാത്ത മഹാരഹസ്യമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ ത്രിത്വത്തിന്റെ രഹസ്യത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മാനുഷികമോ അമാനുഷികവുമായ ബുദ്ധിക്ക് അളക്കുവാനാകാത്ത ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാ ജീവനും സന്തോഷവും പുറപ്പെടുന്ന ഉറവയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. സ്വർഗത്തേക്കാൾ മഹനീയമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. അത്ഭുതങ്ങളുടെ ഉറവയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മാംസം ധരിച്ച വചനത്തിലൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തുറക്കപ്പെട്ട ഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ ഹൃദയത്തിൽ ഞങ്ങൾക്കായി ഉൾക്കൊണ്ടിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. വിശുദ്ധ കുർബാനയിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ സഭയുടെ സ്ഥാപനത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മാമോദീസായിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയിലുള്ള ഞങ്ങളുടെ നീതീകരണമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ജീവിതം മുഴുവൻ ഞങ്ങളെ അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പ്രത്യേകമായി മരണസമയത്ത് ഞങ്ങളെ ആശ്ലേഷിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. അമർത്യത നൽകി ഞങ്ങളെ ശക്തരാക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും ഞങ്ങളെ അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നരകത്തിന്റെ തീയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. കഠിന പാപികളുടെ മാനസാന്തരത്തിൽ പ്രവർത്തിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മാലാഖമാർക്ക് അത്ഭുതവും വിശുദ്ധർക്ക് അഗ്രാഹ്യവുമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ എല്ലാ രഹസ്യങ്ങളിലും വെച്ച് ഏറ്റവും ആഴമേറിയ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെ സമുദ്ധരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നമ്മുടെ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ഉറവിടമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഇല്ലായ്മയിൽ നിന്ന് അസ്തിത്വത്തിലേക്ക് ഞങ്ങളെ വിളിച്ച ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ കരവേലകളെയെല്ലാം അതിശയിപ്പിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ പ്രവൃത്തികളുടെ എല്ലാം മകുടമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നാം എല്ലാവരും
എല്ലാവരും എപ്പോഴും ഒഴുകിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. വേദനിക്കുന്ന ഹൃദയങ്ങൾക്കുള്ള മാധുരാശ്വാസമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. നിരാശ നിറഞ്ഞ ആത്മാക്കളുടെ ഏക പ്രതീക്ഷയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഭയത്തിന്റെ മധ്യത്തിൽ ഹൃദയാശ്വാസമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. വിശുദ്ധാത്മാക്കളുടെ ആനന്ദവും ഹർഷപാരവശ്യമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. എല്ലാ പ്രവൃത്തികൾക്കും പ്രചോദനമേകുന്ന പ്രതീക്ഷയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. കർത്താവിൻ്റെ എല്ലാ സൃഷ്ടിയിലും അവിടുത്തെ മൃദുവായ കരുണ പരന്നിരിക്കുന്നു. കർത്താവിൻ്റെ കരുണ ഞാൻ എന്നും പാടിപ്പുകഴ്ത്തും. ഈശോയുടെ കരങ്ങളിലേക്ക്, അവിടുത്തെ കരുണ നിറഞ്ഞ ഹൃദയത്തിലേക്ക് നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളും ഒരിക്കൽ കൂടി സമർപ്പിക്കാം. വലതുകരം ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുക. കർത്താവിൻ്റെ കരുണ നമ്മിലേക്ക് ചൊരിയപ്പെടുന്ന വലിയൊരു സമയമാണ്. അവിശ്വാസികൾക്ക് വേണ്ടി, ഈശോയിൽ നകന്നുപോയവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഈ ആരാധനയിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും നമ്മുടെ കുടുംബത്തിൽ നമ്മളെ അറിയുന്ന ആരെങ്കിലും ഒക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കുക. ഒപ്പം തന്നെ ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും വ്യക്തിപരമായ നിയോഗങ്ങൾ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുകയാണ്. ഈശോ തന്ന പൗരോഹിത്യത്തിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് പൗരോഹിത്യ കൂട്ടായ്മയിൽ ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹിക്കുന്നത് ഈശോയാണ്. പ്രാർത്ഥിക്കാൻ ഈശോ ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. ഈ സമയം നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും, നിങ്ങളുടെ കുടുംബം, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളെല്ലാം ഈശോ അനുഗ്രഹിക്കുന്ന സമയമാണ്. കരം ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് എല്ലാ പ്രാർത്ഥനകളും ഈശോയ്ക്ക് കൊടുക്കുക. അവനെ മഹത്വപ്പെടുത്താൻ അവനൊരടയാളം നിനക്ക് തരുമെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ശക്തമായിട്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മക്കളെല്ലാം കൃപയോട് ചേർത്ത് പിടിക്കുന്ന ഈശോയെ, അങ്ങയുടെ കരുണ ഈ മക്കളിലേക്ക് ചൊരിയണ ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. കരങ്ങൾ കൂപ്പിപ്പിടിക്കാം. കണ്ണുകൾ തുറന്ന് ഈശോയെ കാണുക. അൾത്താരയിൽ നിന്ന് സർവശക്തൻ നമ്മളെ അനുഗ്രഹിക്കുന്ന സമയമാണ്. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഈശോയെ കൊടുക്കുക. ഈ 4ാമത്തെ ആരാധനയുടെ ദിവസം, 4ാമത്തെ കരുണയുടെ ദിവസം കർത്താവ് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും അനുഗ്രഹിക്കട്ടെ, അഭിഷേകത്താൽ നിറയ്ക്കട്ടെ, നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്, എല്ലാം അറിയുന്ന കർത്താവാണ്. മഹത്വം കർത്താവിന് കൊടുക്കുക. ഈശോയോട് പ്രാർത്ഥിക്കുക. കർത്താവെ, ഞാൻ ഇന്ന് ഈ ആരാധനയിൽ പ്രാർത്ഥിച്ച എൻ്റെ എല്ലാ നിയോഗങ്ങളുടെ മേലും അങ്ങ് ഇടപെടണം. അങ്ങയുടെ ഇഷ്ടം നടക്കണം. ഇതുവരെ അത് എൻ്റെ ആവശ്യമായിരുന്നു. ഇപ്പം മുതൽ ഞാനത് അങ്ങയുടെ കരങ്ങളിൽ തരികയാണ്. അങ്ങ് മഹത്വപ്പെടാൻ വേണ്ടി എൻ്റെ ജീവിതത്തിൽ അടഞ്ഞു കിടക്കുന്ന ഈ വാതിൽ തുറന്നു തരണേ എന്ന് പ്രാർത്ഥിക്കുക. ഈ രോഗം മാറാൻ, ഈ സങ്കടം മാറാൻ, ഈ കടം മാറാൻ, എന്തൊക്കെ സങ്കടങ്ങളായിക്കോട്ടെ, ഒരുപക്ഷെ ആത്മീയ അന്ധത ബാധിച്ച് നിൽക്കാതിരിക്കാം, ആത്മീയതയിൽ ഒരു വരൾച്ച അനുഭവിക്കാതിരിക്കാം. ഈശോയോട് പറയുക, കർത്താവേ, എനിക്ക് വേണ്ടിയല്ല, അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി എനിക്കിത് സാധിച്ചു തരണേ. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ എൻ്റെ വീട്ടിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കരിയറിൽ, എൻ്റെ പഠനത്തിൽ, എൻ്റെ ശുശ്രൂഷയിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. 2 കരങ്ങളും ഈശോയിലേക്ക് നീട്ടി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. സ്വരമുയരട്ടെ, ഹൃദയം തുറന്ന് ശക്തിയോടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധന ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധന ആരാധന, പരിശുദ്ധന ആരാധന, പരിശുദ്ധന ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. പരിശുദ്ധൻ, 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 ദൈവമേ ആരാധന. ഹല്ലേലൂയ, പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ.